കണ്ണാശുപത്രിയിൽ സർജറി മേശമേൽ കണ്ണു മാത്രം പുറത്തു കാണുന്ന നീല കടലാസു തുണി കൊണ്ട് മുഖമാകെ മൂടി എന്നെ കിടത്തിയിരിക്കുകയായിരുന്നു. കണ്ണടഞ്ഞു പോകാതിരിക്കാൻ ക്ലിപ്പ് പോലുള്ള എന്തോ വസ്തു കണ്ണിന്റെ അരികിൽ എവിടെയോ പിടിപ്പിച്ച് തുറന്നു വയ്പ്പിച്ചു. അകലെ നിന്നൊരു കൊടും വെളിച്ചം വലതു കണ്ണിനരികിലേക്ക് വരികയായി. അതിൽ നോക്കി കിടക്കാനായിരുന്നു നിർദ്ദേശം. പിന്നെ ചില ശബ്ദങ്ങളും ചെറിയ സ്പർശങ്ങളും ഒക്കെയായി സമയം നീങ്ങിക്കൊണ്ടിരുന്നു. കൺമുന്നിൽ പ്രകാശരശ്മികളുടെ വിചിത്ര നൃത്തം. വെളിച്ചം പ്രേതരൂപികളെ പോലെ ചലിക്കുന്നു. പല രൂപങ്ങളായി മാറുന്നു. പല ആകൃതികൾ കൈക്കൊള്ളുന്നു. രസകരമായ നൃത്തം. കട്ട് കട്ട് എന്നെന്തോ ശബ്ദം കേൾക്കുന്നു. കണ്ണിനുള്ളിലെ തിമിരം മുറിച്ചു മാറ്റുകയാവും. അങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവമേ എൻ്റെ കണ്ണ് എന്ന് ഹൃദയം ഒന്ന് കടുപ്പം കൂട്ടി മിടിക്കാൻ ശ്രമിച്ചു. അടങ്ങിക്കിടക്ക് ഹൃദയമേ എന്ന് വിവേകം ഉപദേശിച്ചു. ഡോക്ടർമാരെ വിശ്വസിക്കുക എന്നതാണ് പണ്ടേ എൻ്റെ രീതി. വിശ്വസിക്കുക എന്ന് വച്ചാൽ അഗാധമായി അങ്ങോട്ട് വിശ്വസിക്കുക. 1 മാസം മുമ്പ് ഇടത്തെ കണ്ണിൻ്റെ കാറ്ററാക്ട് സർജറി നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ലോകത്തിന് എത്ര വർണ്ണപ്പകിട്ട് കൂടിയെന്നോ. ആകാശത്തിന് ഇത്ര നീലിമയോ, മേഘങ്ങൾക്ക് ഇത്ര വെണ്മയോ, മരങ്ങളുടെ ഹരിതാഭകൾക്ക് എന്തൊരു പച്ചപ്പും വൈവിധ്യവും. അകലെയുള്ള റോഡരികിലെ ബോർഡുകളൊക്കെ എനിക്കിപ്പോൾ വായിക്കാം. പക്ഷേ സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ടപ്പോൾ ഞെട്ടി. ചർമ്മത്തിന് ഇത്രയേറെ ചുളിവോ, കണ്ണുകളുടെ താഴെ ഇത്ര കാളിമയോ. സാരമില്ല, ഈ കണ്ണുകൂടി ശരിയായി കഴിഞ്ഞാൽ എനിക്ക് ഭൂമി മുഴുവൻ ഭംഗിയായി കാണാനാവും. മുന്നിലെ പുസ്തകത്തിലെ അക്ഷരങ്ങളൊക്കെ വ്യക്തമായി കാണാനാവും. വായിച്ചു തീർക്കാൻ എത്ര പുസ്തകങ്ങളാണ് കാത്തിരിക്കുന്നത്. തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ അന്ധതയിലേക്ക് കൂപ്പുകുത്തിയിരുന്ന നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ തലമുറയേക്കാൾ എത്ര ഭാഗ്യശാലികളാണ് നമ്മൾ. ദശാബ്ദങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ തെളിച്ചമുള്ള കണ്ണുകളല്ലേ എനിക്ക് കിട്ടാൻ പോകുന്നത്. തെളിഞ്ഞ കാഴ്ചയുള്ള നയനങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാളിദാസ വചനമുണ്ട്. അഹോ ഉദഗ്രരമണീയ പൃഥ്വി. ആഹാ, എത്ര ഗംഭീരമായ ഹൃദയഹാരിത്വമുള്ളവളാണ് ഈ ഭൂമി.